Welcome to Srinarayana Guru Open University degree classes. Today we are going to discuss the second unit of second block introduction to mass media, mass communication. Okay, then the name of this unit is functions and dysfunction of mass media. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു യൂണിറ്റില് ഫങ്ഷൻ ആൻഡ് ഡിസ്ഫങ്ഷൻ ഓഫ് മാസ് മീഡിയ എന്ന ഈ ഒരു യൂണിറ്റില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാസ് മീഡിയയുടെ ഫങ്ഷൻസും അതുപോലെ അതിന്റെ ധർമ്മങ്ങളെ കുറിച്ചും അതുപോലെ അതിന്റെ ഡിസ്ഫങ്ഷൻസിനെ കുറിച്ചും അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന വേരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ കുറിച്ചുമാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഫങ്ഷൻസ് ആദ്യം ഡിസ്കസ് ചെയ്യാം. സോ ഇതിന്റെ ഫങ്ഷൻസിന് നമ്മൾ ചില ഹെഡിങ്ങുകളായിട്ട് തിരിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് ഇൻഫോർമേറ്റീവ് ഫങ്ഷൻ ആണ്. സോ നമ്മൾ സാധാരണഗതിയിൽ മാസ് മീഡിയ ഉപയോഗപ്പെടുത്തുന്നത് ഒരു ഇൻഫോർമേറ്റീവ് ഫങ്ഷൻ ആണ്. സാധാരണഗതിയിൽ ഒരു നോളജ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനെ മാസിലേക്ക് തരുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മാസ് മീഡിയ പ്രവർത്തിക്കുന്നത്. സോ ഒരു ന്യൂസ് ഡിസമിനേഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സാധാരണഗതിയിൽ മാസ് മീഡിയ ചെയ്യുന്നത്. ഒരു ന്യൂസ് ചാനല് ഒരു റിയൽ ടൈം അപ്ഡേറ്റ്സ് നൽകുന്നതൊക്കെ നമുക്ക് ഈ ഒരു മാസ് മീഡിയയുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ സാധിക്കും. ദെൻ രണ്ടാമത്തേത് എഡ്യൂക്കേറ്റീവ് ഫങ്ഷൻ ആണ്. എഡ്യൂക്കേറ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇത് എഡ്യൂക്കേഷണൽ കണ്ടന്റ് ഉള്ള അല്ലെങ്കിൽ അത്തരം ടോപ്പിക്കുകൾ ഡീൽ ചെയ്യാറുണ്ട്. സോ ഒരു ഡോക്യുമെന്ററി, അതായത് ഒരു എഡ്യൂക്കേഷണൽ TV ഷോസ് ഒക്കെ നടക്കാറുണ്ട്. സോ ഇതൊരു എഡ്യൂക്കേഷണൽ ഫങ്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈവൻ ഒരു മൂവി ആണെങ്കിൽ പോലും അതിനും ഒരു എഡ്യൂക്കേറ്റീവ് സൈഡ് അതിനുണ്ടായിരിക്കും. സോ ഇങ്ങനെ ഒരു ഫങ്ഷൻ കൂടി അതിനുണ്ട്. ദെൻ എന്റർടൈൻമെന്റ് ഫങ്ഷൻ ആണ്. എന്റർടൈൻമെന്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിലെ ഏറ്റവും ആബാലവൃദ്ധം ജനങ്ങള് ഈ മാസ് മീഡിയയെ ആശ്രയിക്കുന്നത് ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്, ഒരു എന്റർടൈൻമെന്റ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. സോ ഇതില് ആളുകൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള നെറ്റ്ഫ്ലിക്സും യൂട്യൂബും അതുപോലെയുള്ള പല ചാനലുകളും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫോർ ആൻ എന്റർടൈൻമെന്റ് ഫംഗ്ഷൻ. ഓക്കെ, സോ ദെൻ മറ്റൊന്നാണ് പെർസ്വസീവ് ഫംഗ്ഷൻ ആണ് മറ്റൊന്ന്. അതായത് ഇപ്പൊ ഒരു പബ്ലിക് ഒപ്പീനിയൻ പെർസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബിഹേവിയറലായിട്ടുള്ള ചേഞ്ചസ് വരുത്തുന്നതിന്, പുതിയ ട്രെൻഡുകൾ ജനങ്ങളിൽ സെറ്റ് ചെയ്യുന്നതിന്, പുതിയ രീതികൾ സ്റ്റൈലുകൾ ആളുകൾ പഠിക്കുന്നതിന്, ഇതിനൊക്കെ തന്നെ ഇത്തരം മാസ് മീഡിയ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ അഡ്വർടൈസ്മെന്റ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഒരു പൊളിറ്റിക്കൽ അഡ്വർടൈസ്മെന്റ് ഒരു ജനങ്ങളിൽ ഒരു ഒരു പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ദെൻ മറ്റൊന്നാണ് സോഷ്യലൈസേഷൻ ഫങ്ഷൻ. സോഷ്യലൈസേഷന്റെ സാമൂഹീകരണം, സോഷ്യലൈസേഷന്റെ ഒരു മീഡിയ തന്നെയാണ് മാസ് മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇൻഡിവിജ്വൽസിന് ഒരു സൊസൈറ്റിയൽ റൂൾസ്, നോംസ് ഇതൊക്കെ പഠിക്കുന്നതിന്, വാല്യൂസ് ഇൻകൾക്കേറ്റ് ചെയ്യുന്നതിന്, കൾച്ചർ വർദ്ധിപ്പിക്കുന്നതിന്, ഇതിനൊക്കെ തന്നെ നമുക്ക് മാസ് മീഡിയ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു കൾച്ചറൽ ഫെസ്റ്റിവൽസ്, ഒരു ചാനലില് കൾച്ചറൽ ഫെസ്റ്റിവൽസ് ഡെപിക്റ്റ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു ജനങ്ങളെ, അത് കാണുന്ന ആളുകളില് ആ ഒരു കൾച്ചർ കൂടിയാണ് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഒരു ഫംഗ്ഷൻ കൂടി അതിനുണ്ട്. ദെൻ ഒരു സർവൈലൻസ് ഫംഗ്ഷൻ, നമ്മളുടെ ന്യൂസ് ചാനലുകളുടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു വലിയ ഫംഗ്ഷൻ ആണ് ഒരു സർവൈലൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ലൈവായിട്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ കൃത്യമായിട്ട് തന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് പറഞ്ഞാൽ വെതർ അലേർട്ടുകൾ നൽകുന്നത്, അതുപോലെ പാൻഡമിക്സിന്റെ അപ്ഡേറ്റ്സ് നൽകുന്നത്, ഇതൊക്കെ ഈ ഒരു സർവൈലൻസ് ഫംഗ്ഷൻ ആണ്. ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്ന, നമ്മളെ അലാം ചെയ്യുന്ന ഫങ്ഷൻസ് കൂടി ഈ പറയുന്ന മീഡിയകൾ ചെയ്യുന്നുണ്ട്. ദെൻ അഡ്വൈസറി ഫംഗ്ഷൻ ആണ് മറ്റൊന്ന്. അഡ്വൈസറി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് ഒരു മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിനിടയിൽ അവരുടെ ഒരു അറ്റൻഷൻസ് അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻ ഒക്കെ അറിയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ദെൻ മറ്റൊന്നാണ് ഇന്റഗ്രേഷൻ ഫംഗ്ഷൻ.
ഒരു ഇന്റഗ്രേറ്ററി ഫോഴ്സ് ആയിട്ട് പലപ്പോഴും ഈ മാസ് മീഡിയ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഒരു ഉദ്ഗ്രഥനം അല്ലെങ്കിൽ ഒരു ദേശീയ ഉദ്ഗ്രഥനമൊക്കെ ഈ മാധ്യമങ്ങള് വലിയ സഹായം ചെലുത്തുന്നുണ്ട്. അപ്പോൾ ഇനി ഇത്രയാണ് ഇപ്പൊ നമുക്ക് ഇതിന്റെ ഫങ്ഷൻസിനെ കുറിച്ച്, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിന്റെ ഡിസ്ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ മാസ് മീഡിയ കൊണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ചില ദോഷങ്ങളുണ്ട്. നമ്മളെപ്പോഴും TV കാണുന്ന അല്ലെങ്കിൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളടക്കം നമ്മൾ പറയാറില്ലേ, ഇത് ഉപയോഗിക്കരുത്, കാണരുത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിച്ചാൽ നമുക്ക് ഇതിന്റെ ഡിസ്ഫങ്ഷൻസും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമുക്ക് ഒന്നാമത്തേത് മിസ്ഇൻഫർമേഷൻ, അതുപോലെ ഫേക്ക് ന്യൂസസ്, ഇതൊക്കെയാണ് ഇതിന്റെ ആദ്യത്തെ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഒരു വൈറൽ ഫേക്ക് ന്യൂസുകൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയ ഒക്കെ വഹിക്കുന്നുണ്ട്. വളരെ ടോക്സിക് ആയിട്ടുള്ള ആശയങ്ങള്, ടോക്സിക് ഐഡിയകള് ഒക്കെ ആളുകളിലേക്ക് എത്തിക്കുന്നതും അതേ തുടർന്ന് വയലൻസ് സൃഷ്ടിക്കുന്നതിന്, ആളുകൾക്കിടയിൽ ഡിസിന്റഗ്രേഷൻ ഉണ്ടാക്കുന്നതിനൊക്കെ മീഡിയ ഒരു പരിധിവരെ കാരണമാകാറുണ്ട്. നമ്മൾ തൊട്ട് മുൻപത്തെ ഫംഗ്ഷനിൽ പറഞ്ഞത് ഇന്റഗ്രേഷൻ ഫംഗ്ഷൻ ആയിരുന്നു. പക്ഷെ ഇന്റഗ്രേഷൻ ഫംഗ്ഷന്റെ കൂടെ തന്നെ ഡിസിന്റഗ്രേഷനും ഈ മീഡിയ മുഖാന്തരം ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ നോർത്തും സൗത്തും തമ്മിലുള്ള കൺഫ്രണ്ടേഷൻസ്, കോൺഫ്ലിക്ട്സ്, ഇതെല്ലാം കൂട്ടുന്നതിന് മീഡിയ ഒരു പരിധിവരെ കാരണമായിട്ടുണ്ടെന്നാണ് നിരീക്ഷകര് വിലയിരുത്തുന്നത്. ഓക്കെ, ദെൻ സെൻസേഷണലിസം. മീഡിയയുടെ ഏറ്റവും വലിയൊരു നേച്ചർ എന്ന് പറയുന്നത് അത് തന്നെയാണ്, സെൻസേഷണലിസം. ആളുകൾക്ക് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ അത് വളരെ സെൻസേഷണൽ ആയിട്ട് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എല്ലാ മീഡിയകളുടെയും പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത്. അവർക്ക് എത്രത്തോളം ആളുകൾ അവരുടെ ചാനലുകളെ അല്ലെങ്കിൽ മീഡിയയെ ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഫോളോവേഴ്സിനെ അവർക്ക് കിട്ടുന്നു, അതിനു വേണ്ടിയിട്ട് അവർ മാക്സിമം ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവര് ആളുകളുടെ ഇടയിൽ ആക്സെപ്റ്റൻസ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് അവർ പരമാവധി സെൻസേഷണൽ ആയിട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ സീക്കിങ് അല്ലെങ്കിൽ അറ്റൻഷൻ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് അവരത് ഇൻകൾക്കേറ്റ് ചെയ്യുന്നത്. ദെൻ കൾച്ചറൽ ഇറോഷൻ ആണ് മറ്റൊന്ന്. കൾച്ചറൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ, ഇറോഷനെ നമുക്ക് സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത് മണ്ണൊലിപ്പ് എന്ന് പറഞ്ഞ മാതിരി നമ്മളുടെ കൾച്ചറിന് ഇറോഷൻ സംഭവിക്കുന്നുണ്ട്. അത് ഒലിച്ചു പോകുന്നു എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ വാല്യൂസും നോംസും നമ്മൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന നമ്മുടേതായിട്ടുള്ള കുറെ ലീനിയേജ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ ഒലിച്ചു പോകുന്ന ഒരു, നമ്മൾ വാല്യൂസ് ഒന്നും ഇല്ലാത്ത ഒരു ജനതയായി മാറുന്ന സാഹചര്യം പലപ്പോഴും മീഡിയ കൊണ്ടുവരാറുണ്ട്. അപ്പൊ അത് ഒരു ഓവർ എക്സ്പോഷർ, നമ്മുടെ ഒരു ഗ്ലോബൽ കണ്ടന്റുകൾക്ക് ലഭിക്കുന്ന ഓവർ എക്സ്പോഷർ ഒക്കെ ഇതിന്റെ കാരണമായിട്ട് വരാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് വെസ്റ്റേൺ കൾച്ചറിനോടുള്ള അമിതമായിട്ടുള്ള ഒരു ആസക്തി, അതുപോലെ ഒരു ഇൻഡിജിനസ് കണ്ടന്റിനോടുള്ള ഒരു താല്പര്യമില്ലായ്മ, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ദെൻ അഡിക്ഷൻ ആൻഡ് ഓവർ യൂസ് ആണ് മറ്റൊന്ന്. ഫോണിനെ കുറിച്ച്, നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗത്തെ കുറിച്ച് പലപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് അതിന് അഡിക്ഷൻ വരുന്നു എന്നുള്ളത്. അതുപോലെ ഓവർ യൂസ്, ഫുൾ ടൈം ഫോൺ ഉപയോഗിക്കുന്നു, ഫുൾ ടൈം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാറുണ്ട്. അങ്ങനെ ഒരു അഡിക്ഷൻ നമുക്ക് തരുന്ന, അതൊരു രോഗാവസ്ഥയിലേക്ക് പോലും ഫോണിന്റെ ഉപയോഗം നീങ്ങുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഓവർ യൂസ് ഓഫ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത് നമ്മളെ വല്ലാതെ അഡിക്റ്റഡ് ആക്കുന്ന ഒരു നേച്ചർ ഈ സോഷ്യൽ മീഡിയക്ക് മാസ് മീഡിയക്ക് ഉണ്ട്. ഇനി നമ്മൾ അടുത്തത് പ്രൊപ്പഗാൻഡ ആൻഡ് ബയാസ്. ഇതിന്റെ ഒരു ഡിസ്ഫങ്ഷൻ ആണ് പ്രൊപ്പഗാൻഡ ആൻഡ് ബയാസ്. ഈ മീഡിയ ആളുകളെ മാനിപ്പുലേറ്റ്, ഒരു പബ്ലിക് ഒപ്പീനിയൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് മീഡിയ. നമ്മൾ പലപ്പോഴും നാടൻ ഭാഷയിൽ പറയാറുണ്ട്, അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായം എന്ന് പറയാറുണ്ട്. അപ്പോൾ മീഡിയ ഇതിനെ വല്ലാതെ ഒരു പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ മീഡിയ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ഡിസ്ഫങ്ഷൻ ആണ്. ഇനി പ്രൈവസി ഇൻവേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ് തിങ് നൗ എ ഡേയ്സ്. സോ നമ്മുടെ ഒരു പ്രൈവസി ഇല്ലായ്മ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവസിയിലേക്ക്, സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റം പലപ്പോഴും ഈ മീഡിയയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട്. സ്വകാര്യതയ്ക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ നമ്മുടെ സ്വകാര്യതകളിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന അല്ലെങ്കിൽ കയറി ഇടപെടുന്ന സാഹചര്യം നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ദെൻ മറ്റൊന്നാണ് ഗ്ലോറിഫിക്കേഷൻ ഓഫ് വയലൻസ്. വയലൻസിനെ ഇത് വല്ലാതെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അതിന് സിനിമകള്, അതുപോലെ ന്യൂസ് ചാനലുകളൊക്കെ ആണെങ്കിലും
എവിടെയെങ്കിലും ഒരു വയലൻസ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ സൂം ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുന്ന, അത് ചെറിയ പ്രായക്കാരിലൊക്കെ അത് പല ഡിസ്റ്റർബൻസസും സൃഷ്ടിക്കാറുണ്ട്. ദെൻ കൊമേഴ്ഷ്യലൈസേഷൻ ആണ് മറ്റൊന്ന്. കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ഒരു പ്രോഫിറ്റ് മേക്കിംഗ് മോട്ടീവില് നടത്തുന്ന ഒരു കാര്യമാണ്. ചാനലുകളെയൊക്കെ അല്ലെങ്കിൽ മീഡിയയൊക്കെ സോഷ്യൽ അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യലൈസ് ചെയ്തിട്ട് കമേഴ്ഷ്യൽ പേർപ്പസിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ പരമാവധി മാർക്കറ്റ് കിട്ടുന്ന തരത്തിലേക്ക് അത് ഉയരുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചില വളരെ സീരിയസ് ആയിട്ടുള്ള ചില ന്യൂസുകൾ, വളരെ സങ്കടകരമായിട്ടുള്ള ന്യൂസ് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കടന്നു വരുന്ന ചില പരസ്യങ്ങൾ നമ്മൾ അത്രയേറെ അലോസരപ്പെടുത്താറുണ്ട്. ഒരു വലിയ ദുരന്തങ്ങളുടെ വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന പരസ്യങ്ങൾ ഏതെങ്കിലുമൊക്കെ എന്താണ് ലിക്കറിന്റെയോ അല്ലെങ്കിൽ ജ്വല്ലറികളുടെയോ സോപ്പ് അങ്ങനത്തെ കോസ്മെറ്റിക്സിന്റെയോ കോസ്റ്റ്യൂംസ് അങ്ങനെയുള്ള പല പരസ്യങ്ങളും ഇടയിൽ കയറി വരുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു അലോസരമായിട്ട് അത് അനുഭവപ്പെടാറുണ്ട്. ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ആ സിറ്റുവേഷൻ അത് യോജിച്ചതാണോ എന്നൊന്നും ഒരിക്കലും ഈ ചാനലുകൾക്ക് നോക്കാൻ സാധിക്കില്ല. ബിക്കോസ് അവർക്ക് വേണ്ടത്, അവർ കൊമേഴ്ഷ്യൽ ആണ് അല്ലെ, കൊമേഴ്ഷ്യൽ ആയിട്ട് അവർക്ക് അതിന് വേണ്ട പരസ്യങ്ങൾ അവർ നൽകേണ്ടതുണ്ട്. അപ്പോൾ പലപ്പോഴും വാല്യൂസിനും ഒക്കെ എതിരായിട്ട് തന്നെ ഇത്തരം ഒരു കൊമേഴ്ഷ്യലൈസേഷൻ ആക്ട് ചെയ്യാറുണ്ട്. ഇനി മറ്റൊന്നാണ് പോളറൈസേഷൻ, ധ്രുവീകരണം എന്ന് മലയാളത്തിൽ പറയാനായിട്ട് സാധിക്കും. നമുക്ക് ആശയങ്ങളെ പൊളിറ്റിക്കലായിട്ടും അതുപോലെ ജാതീയമായിട്ടും ഒക്കെയുള്ള ധ്രുവീകരണങ്ങൾക്ക് ഈ മാസ് മീഡിയ വലിയ അളവിൽ തന്നെ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇവിടെ നമ്മൾ പഠിച്ചത് ഫങ്ഷൻസും ഡിസ്ഫങ്ഷൻസും, മീഡിയയുടെ ഫങ്ഷൻസും മാസ് മീഡിയയുടെ ഫങ്ഷൻസും ഡിസ്ഫങ്ഷൻസുമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.